ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പാർട്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ സ്പെഗറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ബോൺലെസ് ചിക്കനാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തതാണ്. നമ്മൾ ഈ റെസിപ്പിയിൽ ഫസ്റ്റ് നമ്മൾ ചിക്കനാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 നാരങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട്. 1.5 നാരങ്ങ അതിൻ്റെ നീരെടുത്തിട്ട് വരാം. അതിന് ശേഷം നമ്മൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് 3-4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഫ്രിഡ്ജിൽ. അതിന് ശേഷം നമ്മളിത് പാനിലിട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി, സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ കുക്ക് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ സ്പെഗറ്റി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മളെ സ്പെഗറ്റി. ഈ 500 ഗ്രാമിൻ്റെ ആണിത്. ഇത് നമ്മൾ പകുതി എടുക്കുന്നുള്ളൂ. ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക. അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പിന്നെ കുറച്ച് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഇതിൽ സ്പെഗറ്റി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. സ്പെഗറ്റിക്ക് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേവിച്ചെടുക്കുക. പൊട്ടിപ്പോവരുത്. ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിത് ഇറക്കിയിട്ട് ഊറ്റിയെടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഇവിടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതാ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിനി വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടി നമ്മൾ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വെള്ളത്തിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് നീളത്തിൽ ഇതുപോലെ. പക്ഷേ ക്യാപ്സിക്കം വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. ക്യാരറ്റ് ഹാഫ് വേവാക്കിയിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ക്യാരറ്റ് ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഹാഫ് കുക്ക് ആവാനേ പാടുള്ളൂ, ഓവർ കുക്ക് ആവാൻ പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളിത് വെന്തതിന് ശേഷം ഒന്ന് ഊറ്റിയെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മളെ എല്ലാ വെജിറ്റബിൾസും നമ്മൾ ചെയ്തെടുക്കുകയാണ്. നമ്മൾ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട്, അതും ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഹാഫ് കുക്കാക്കി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കോളിഫ്ലവറും പയറും കൂടി നമ്മൾ വേവിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഫുൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചൊരു ബട്ടർ പീസ് ഇട്ട് കൊടുക്കുക. അതിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറച്ചൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു പീസ് സാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ക്യാരറ്റ്, ക്യാപ്സിക്കം, പയർ ഈ 3 വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യുക. ക്യാപ്സിക്കം നമ്മൾ മുന്നേ കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിലാണ് ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉടയാതെ ഒന്ന് വേവിച്ചെടുക്കുക. ആവശ്യത്തിന് ബട്ടറിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അധികം ഉടയാൻ പാടില്ല. ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ സ്പെഗറ്റി ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലൊരു പിടി വെല്ലുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൊരിയിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സ്പെഗറ്റി വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ളത് അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ സോസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 4 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഇത്രയേ ഉള്ളൂ, നമ്മൾ സോസ് റെഡി ആയിട്ട് വരും. ഈ സ്പെഷ്യൽ സോസ് കൂട്ടിയിട്ടാണ് ഈ റെസിപ്പി കഴിക്കുക. ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് കൂട്ടിയിട്ട് കഴിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ സ്പെഗറ്റി ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മറ്റേ സൈഡിൽ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. നല്ല ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചത് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി. ഇനി സോസും കൂടെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ റെസിപ്പി റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മളിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ അമർത്തി കൊടുക്കുക.